പോളിടെക്നിക്കിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ അറസ്റ്റിലായ അഭിരാജിനെ SFIയിൽ നിന്ന് പുറത്താക്കി. ഇന്നലെ നടന്ന യൂണിറ്റ് സമ്മേളനത്തിലാണ് നടപടി. പോളിടെക്നിക്കിലെ യൂണിയൻ ജനറൽ സെക്രട്ടറിയായിരുന്നു അഭിരാജ്. സംഭവത്തിൽ പിടിയിലായതിന് പിന്നാലെ തന്നെ കുടുക്കാൻ ശ്രമം നടന്നു എന്നായിരുന്നു അഭിരാജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൻ സുരക്ഷാ വീഴ്ച. രോഗനിർണയത്തിനായി അയച്ച ശരീരഭാഗങ്ങൾ മോഷണം പോയി. സംഭവത്തിൽ ആക്രി വിൽപ്പനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പെത്തോളജിയിൽ പരിശോധനയ്ക്കായി അയച്ച ശസ്ത്രക്രിയാ ഭാഗങ്ങളാണ് ആക്രിക്കാരൻ മോഷ്ടിച്ചത്. 17 രോഗികളുടെ സ്പെസിമെനാണ് മോഷണം പോയത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് കടത്തിയ കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥി. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയെന്ന് ഇന്നലെ അറസ്റ്റിലായ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖും ഷാലിഖും മൊഴി നൽകി. അതേസമയം ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ഈ വിദ്യാർത്ഥിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. PC ജോർജിന്റെ ലവ് ജിഹാദ് പ്രസംഗത്തിൽ കേസെടുത്തേക്കില്ല. പരാമർശത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കേണ്ടതില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. PC ജോർജിനെതിരെ കേസെടുക്കണോ എന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ല എന്നാണ് നിയമോപദേശം ലഭിച്ചത്. പാലയിൽ നടന്ന ലഹരിവിരുദ്ധ സെമിനാറിലായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശം. അമ്പലപ്പുഴയിലെ 10-15 പേരാണ് തനിക്കെതിരായ സൈബർ ആക്രമണത്തിന്റെ പിന്നിലെന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ G സുധാകരൻ. പാർട്ടിക്ക് സൈബർ പോരാളികളില്ലെന്നും അവർ പാർട്ടി വിരുദ്ധരാണെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടി മെമ്പർമാരാണ് പാർട്ടിയുടെ ശക്തിയെന്നും KPCC പരിപാടിയിൽ പങ്കെടുത്തതിൽ തെറ്റില്ല എന്നും G സുധാകരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വേതന വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അങ്കണവാടി ജീവനക്കാരും സമരത്തിനൊരുങ്ങുന്നു. ഈ മാസം 17 മുതൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ആരംഭിക്കും. ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് സമരം. വിഷയത്തിൽ ഇന്നലെ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. അതേസമയം സർവീസിൽ നിന്ന് വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് വനിതാ ശിശുവികസന വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഹിന്ദി ഭാഷയെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്കെതിരെ നടനും രാഷ്ട്രീയക്കാരനുമായ പ്രകാശ് രാജ് മറ്റുള്ളവരുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുവാനാണ് പവൻ കല്യാൺ ശ്രമിക്കുന്നതെന്ന് പ്രകാശ് രാജ് ആരോപിച്ചു. നിങ്ങളുടെ ഹിന്ദി ഭാഷ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഇത് മറ്റൊരു ഭാഷയെ വെറുക്കുന്നതിനെ കുറിച്ചല്ല, നമ്മുടെ മാതൃഭാഷയെയും നമ്മുടെ സാംസ്കാരിക സ്വത്വത്തെയും ആത്മാഭിമാനത്തോടെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. ആരെങ്കിലും ദയവായി ഇത് പവൻ കല്യാണിന് വിശദീകരിക്കുക, പ്രകാശ് രാജ് എക്സിൽ കുറിച്ചു. മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരായ MK സ്റ്റാലിന്റെ പോരാട്ടത്തിന് CPM പിന്തുണ. ചെന്നൈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പിണറായി വിജയന് പാർട്ടി കേന്ദ്ര നേതൃത്വം അനുമതി നൽകി. മണ്ഡല പുനർനിർണയ നീക്കത്തിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന MK സ്റ്റാലിന്റെ ആവശ്യം ന്യായമാണെന്നാണ് CPM അഭിപ്രായം. അന്തിമ തീരുമാനം അഭിപ്രായ സമന്വയത്തിലൂടെ മാത്രം ആകണമെന്ന പിണറായി വിജയന്റെ പ്രസ്താവന PB നിലപാടെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര നേതൃത്വം ഈ മാസം 22-ന് ചെന്നൈയിൽ DMK സംഘടിപ്പിക്കുന്ന യോഗത്തിൽ കേരള മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതിന് തടസ്സങ്ങളില്ലെന്ന് വ്യക്തമാക്കി. 41ഓളം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനൊരുങ്ങി ട്രംപ് ഭരണകൂടം. രാജ്യങ്ങളെ 3 ഭാഗങ്ങളായി തിരിച്ച് അവിടുത്തെ പൗരന്മാർക്ക് വിസ വിലക്കുൾപ്പെടെ ഏർപ്പെടുത്താനാണ് നീക്കം. ഇതോടെ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമർ എന്നിവിടങ്ങളിലെ പൗരന്മാർക്കടക്കം യാത്രാ നിയന്ത്രണങ്ങൾ വരും. ആദ്യത്തെ 10 രാജ്യങ്ങൾ ഉൾപ്പെട്ട ആദ്യ പട്ടികയിൽ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ക്യൂബ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണുള്ളത്. ഇവിടെ നിന്നുള്ളവർക്ക് വിസ പൂർണ്ണമായും റദ്ദാക്കും.